വിശ്വാസികളായ ആളുകൾ അല്ലദീനാമനു അവർ വിശ്വസിച്ചു, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തിന്റെ മേൽ അക്രമം കൊണ്ട് പൊതിഞ്ഞില്ല. യൽബിസു ഈമാനഹും, അവരുടെ ഈമാന്റെ മേൽ അവർ പൊതിഞ്ഞില്ല. ബിദുൽമിൻ, അക്രമം കൊണ്ട് പൊതിഞ്ഞില്ല. ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് യഥാർത്ഥത്തിൽ നിർഭയത്വ അവസ്ഥ ഉള്ളത്. വഹും മുഹ്തദൂൻ, അവർ ശരിക്ക് സന്മാർഗം പ്രാപിച്ചവരുമാണ്. ഇപ്പൊ സ്വന്തം വിശ്വാസത്തിൽ ദുൽമ് കലർത്താത്തവർ, ദുൽമ് പടർത്താത്തവർക്ക് യഥാർത്ഥത്തിൽ നിർഭയാവസ്ഥ ഉണ്ടാകും. അവർക്ക് സന്മാർഗഗ്രസ്തരായത്. ഇവിടെ ദുൽമ് എന്ന് പറഞ്ഞാൽ അക്രമം എന്നാണ് പൊതുവിൽ അർത്ഥം പറയാറുള്ളത്. പക്ഷേ തഫ്സീറുകളിൽ മുഫസ്സിറുകൾ, പഴയകാല മുഫസ്സിറുകൾ അടക്കം പറഞ്ഞിട്ടുള്ളത് ബിദുൽമിൻ എന്ന പദത്തിനർത്ഥം ശിർക്ക് എന്നാണ്. അഥവാ ഈമാനിൽ ശിർക്ക് കലരാത്തവർ, നിങ്ങളുടെ ഈമാനിൽ ശിർക്ക് കലരാത്തവർ, അവർക്കാണ് ഈ ജീവിതത്തിൽ നിർഭയാവസ്ഥ ഉണ്ടാവുക. അവരാണ് യഥാർത്ഥത്തിൽ സന്മാർഗം നേടിയ ആളുകൾ. ഇപ്പൊ ശിർക്ക് കലരാത്ത ഒരു ഈമാൻ, ശിർക്ക് കലരാത്ത തൗഹീദ്, അത് ജീവിതത്തിൽ നമ്മുടെ എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ അതിന് തൊട്ടു ശേഷമുള്ള ആയത്തുകൾ ശ്രദ്ധിച്ചറിയാം. وَتِلْكَ حُجَّتُنَا آتَيْنَاهَا إِبْرَاهِيمَ عَلَى قَوْمِهِ نَرْفَعُ دَرَجَاتٍ مَنْ نَشَاءُ إِنَّ رَبَّكَ حَكِيمٌ عَلِيمٌ. തീർച്ചയായിട്ടും അതാവും നമ്മുടെ പ്രമാണം. ആതൈനാ ഇബ്രാഹിം, നാം അത് ഇബ്രാഹിമിന് നൽകി. അല ഖൗമി, അദ്ദേഹത്തിന്റെ ജനതയ്ക്കെതിരിൽ ഇബ്രാഹിം നബിക്ക് നൽകിയത് ആ തൗഹീദാണെന്നർത്ഥം. നർഫഉ ദറജാത്തിൻ മൻ നശാ, നാം ഉദ്ദേശിക്കുന്ന ആളുകളുടെ സ്ഥാനമാനങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇന്ന റബ്ബക ഹക്കീമുൻ അലീം, നിന്റെ നാഥൻ ഏറെ യുക്തിജ്ഞാനാണ്, എല്ലാം അറിവുള്ളവനാണ്. അപ്പൊ ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ ജനതയ്ക്കെതിരിൽ ഈ തൗഹീദ് നാം നൽകിയിരുന്നു എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ കുല്ലൻ ഹദൈന വനൂഹൻ ഹദൈന മിൻ ഖബൽ വമിൻ ദുർരിയ്യതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ് വമൂസ വഹാറൂൻ വകദാലിക നജ്സിൽ മുഹ്സിനീൻ. അതേപോലെ തന്നെ ആ ഇബ്രാഹിം നബിക്ക് നാം ഇസ്ഹാഖിന് നൽകി, യാക്കൂബിന് നൽകി. അവരൊക്കെ സന്മാർഗം പ്രാപിച്ചു, അവർക്ക് സന്മാർഗം ലഭിച്ചു. നേരത്തെ നൂഹ് നബിക്കും നാം ഈ സന്മാർഗം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകളിൽ ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, യൂസുഫ്, മൂസ, ഹാറൂൻ, എല്ലാവർക്കും ഈ ആദർശമാണ് നൽകിയത്. വകദാലിക നജ്സിൽ മുഹ്സിനീൻ, നന്മ ചെയ്ത് ഇഹ്സാനോടെ ജീവിച്ച ആളുകൾക്ക് നാം നന്മ പ്രതിഫലം നൽകുന്നതാണ്. പിന്നെയും വസക്കരിയ വയഹ്യ വഈസ വഇല്യാസ കുല്ലും മിനസ് സാലിഹീൻ, അഥവാ മറ്റ് പ്രവാചകന്മാർ. പിന്നെയും പറയുന്നു വമിൻ ആബാഇഹിം വഇസ്മാഈല വൽയസഅ വയൂനുസ വലൂത്തൻ വകുല്ലൻ ഫദ്ദൽനാ അലൽ ആലമീൻ. ഇസ്മാഈൽ, യസഅ, യൂനുസ്, ലൂത്ത്. ശരിക്കും ഖുർആനില് പ്രവാചകന്മാരെ പേര്, പല പ്രവാചകന്മാരെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരെ പേര് പരാമർശിച്ച സൂക്തങ്ങളാണ് ഈ അൻആമിലെ ഈ സൂറത്തുകൾ, ഈ ആയത്തുകൾ. വിശുദ്ധ ഖുർആൻ 25ഓളം പ്രവാചകന്മാരെ പേര് പരാമർശിച്ചിട്ടുണ്ട്. അത് നേർക്കുനേരെ അല്ല പരാമർശിച്ചത്. പക്ഷെ ഏറെക്കുറെ ഈ ഒരു ആയത്തിൽ ഏറെക്കുറെ 18ഓളം പ്രവാചകന്മാരുടെ പേരുകൾ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. അമിൻ ആബാഇഹിം വദുർരിയ്യതിഹിം വഇഖ്വാനിഹിം, ഈ പ്രവാചകന്മാരുടെ പിതാക്കന്മാര്, അവരുടെ സന്തതി പരമ്പരകള്, അവരുടെ സഹോദരങ്ങള്, അവർക്കും യഥാർത്ഥത്തിൽ സന്മാർഗം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ് ദാലിക ഹുദല്ലാഹി യഹ്ദി ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി. ഇതൊക്കെ അല്ലാഹുവിന്റെ സന്മാർഗം. അത് അവൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് ആ ഹിദായത്ത് നൽകും. പിന്നെ പറഞ്ഞു നോക്കേ, വലൗ അശ്റകൂ, പക്ഷെ ഈ പ്രവാചകന്മാരെല്ലാവരും ശിർക്കെങ്ങാനും ചെയ്തിരുന്നെങ്കിൽ, ശ്രദ്ധിക്കണം കേട്ടോ, വലൗ അശ്റകൂ, ഈ അമ്പിയാക്കന്മാരെ എങ്ങാനും ശിർക്ക് ചെയ്തിരുന്നെങ്കിൽ ലഹബിത അൻഹും, അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകുമായിരുന്നു. അവർ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ശിർക്ക് ചെയ്താൽ എല്ലാ പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകും. അവർ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും. ഞാൻ ഈ പറഞ്ഞത് പ്രവാചകന്മാർക്ക് അല്ലാഹു തൗഹീദിന്റെ അടിത്തറയിലാണ് തങ്ങളുടെ ഒരു ആദർശ വിശ്വാസമൊക്കെ നൽകിയത്. എന്നിട്ട് ആ ആയത്തിന്റെ അവസാനം പറയുന്നത് വലൗ അശ്റകൂ, അവരെങ്ങാനും ശിർക്ക് ചെയ്തിരുന്നെങ്കിൽ. പ്രവാചകന്മാർ ശിർക്കൊന്നും ചെയ്യില്ലല്ലോ, ഏറ്റവും വലിയ വൻപാപ്പാട് ശിർക്ക്. അപ്പൊ എന്നിട്ട് പോലും പറയാ ശിർക്ക് എങ്ങാനും സംഭവിച്ചിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തിട്ടും കാര്യമില്ല, അതെല്ലാം പൊളിഞ്ഞ് പാളീസാവും. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട്,
വലഖദ് ഊഹിയ ഇലൈക, പ്രവാചകരെ താങ്കൾക്ക് വഹി നൽകിയിട്ടുണ്ട്. വഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കും നാം വഹി നൽകിയിട്ടുണ്ട്. എന്താ നൽകിയതെന്നറിയോ? ലൈൻ അഷ്റക്ത, മുഹമ്മദ് നബിയെ, ആ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. പ്രവാചകരെ താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ വിശ്വാസത്തിൽ, താങ്കളുടെ ഇബാദത്തുകളിൽ, താങ്കളുടെ പ്രാർത്ഥനകളിൽ, താങ്കളുടെ ജീവിതത്തിൽ ശിർക്കുമായി എന്തെങ്കിലും ഉണ്ടായാൽ ലയഹ്ബത്തന്ന അമലും, താങ്കളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകും. വല തകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചവരായി മാറും. ഇപ്പൊ തൗഹീദ് എന്ന പദവും ശിർക്ക് എന്ന പദവും ചെറിയ രണ്ട് പദമല്ല. തൗഹീദ് ഫഅലം, നീ അറിയണം, നീ പഠിക്കണം. വെറുതെ അറിയണം, നീ പഠിച്ചേ പറ്റൂ. ഒരു മുസ്ലിം പഠിക്കണം, അറിയണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന കാര്യം ഒരു മുസ്ലിം പഠിച്ചിരിക്കണം, ഒരു മുസ്ലിം മനസ്സിലാക്കിയിരിക്കണം. ഫസ്തഗ്ഫിർ ലിദംബിക്, നിന്റെ പാപങ്ങൾക്ക് നീ അല്ലാഹുവോട് പാപമോചനം ചോദിക്കുക എന്ന് പറഞ്ഞാൽ തൗഹീദ് ശിർക്ക് ഈ രണ്ട് പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മനുഷ്യൻ മുസ്ലിം ആവുന്നപ്പോഴാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊക്കെ എപ്പോഴും ചൊല്ലേണ്ട പദം. അഫ്ളു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് താളത്തിൽ ചൊല്ലേണ്ടതല്ല, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. അഫ്ളു ദുആ ആണ്, അഫ്ളു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് എന്ന് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ തൗഹീദ് എന്ന് പറയുന്നത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, എന്റെ ജീവിതം അതായിരിക്കും, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നതാണ് എന്റെ ആദർശം, അതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് തൗഹീദ് എന്ന് പറയുന്ന ഈ പദം ഏറ്റവും ശക്തമായ പദം. പ്രവാചകന്മാരോട് പോലും പറയുക, പ്രവാചകന്മാരെ, സകല പ്രവാചകന്മാരുടെ പേര് നൂഹ് നബി തൊട്ട് ഈസാ നബി വരെയുള്ള പേര് എണ്ണി പറഞ്ഞിട്ടാ പറയുന്നത്. വലൗ അശ്റകൂ, അവരെങ്ങാനും ശിർക്ക് ചെയ്തിരുന്നെങ്കിൽ, പ്രവാചകന്മാർ ശിർക്ക് ചെയ്യോ? എന്നിട്ട് പോലും പറയാ, നിങ്ങൾക്ക് അങ്ങനെ ശിർക്ക് സംഭവിച്ചിരുന്നെങ്കിൽ എല്ലാം നിങ്ങൾ പിന്നെ ബാക്കി എന്ത് കാര്യമില്ല, നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജോ എന്ത് ചെയ്താലും ശിർക്ക് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് തൗഹീദ് എന്ന് പറയുന്നത് ഇസ്ലാമിക ആദർശത്തിന്റെ, വിശ്വാസത്തിന്റെ മഹത്തായ ചൈതന്യം. അതൊരു ഷിർക്കിന്റെ പാടവരമ്പിലൂടെ, ഷിർക്കിന്റെ പാടത്തേക്ക് ഇറങ്ങണ്ട, ഷിർക്കിന്റെ പാടവരമ്പുകളിലൂടെ പോലും നടക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഷിർക്കും ഖുറാഫത്തും ബിദ്അത്തും എന്നൊക്കെ പറയുമ്പോൾ തന്നെ അകലെ സൂക്ഷിക്കാൻ പറയുന്നത്. ഷിർക്കിന്റെ പാടവരമ്പിലേക്ക് വരമ്പത്ത് കൂടി നടക്കരുത് എന്ന അർത്ഥത്തിലാണ്. ഈ ഖബർ സിയാറത്ത് എന്നൊക്കെ പറയുമ്പോൾ ഖബർ സിയാറത്ത് പോലും വേണ്ടതില്ല എന്ന് പറഞ്ഞത് ഷിർക്കിലേക്ക് പോയേക്കാം എന്നതുകൊണ്ടാണ്. പിന്നെ തൗഹീദ് ശരിക്കും മനസ്സിലായപ്പോഴാണ് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോ എന്ന് പറഞ്ഞത്. ഖബറാണ് ഷിർക്കിന്റെ പലപ്പോഴും കേന്ദ്രം. ഇതേതോ ഹൈന്ദവ സമൂഹത്തിൽ മാത്രമല്ല, മുസ്ലിം സമൂഹത്തിൽ പോലും ഒരുപാട് മനുഷ്യര്, സൂറത്ത് യൂനിസിൽ ഒരായത്തുണ്ട്, ഒമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. ഒമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ മഹാഭൂരിപക്ഷം ആളുകൾ വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രികൂൻ, ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ. വിശ്വസിക്കുന്ന ആളുകളിൽ പോലും ഒരുപാട് ആളുകളിൽ ശിർക്ക് സംഭവിക്കുന്നുണ്ട്. പ്രവാചകന്മാർ പോലും തൗഹീദൊക്കെ പഠിപ്പിച്ച് ഒരു ചെറിയ കാലയളവ് കഴിയുമ്പോഴേക്കും ഉടൻ ശിർക്ക് അവിടെ കടന്നു വരും. നൂഹ് നബി തൗഹീദ് പഠിപ്പിച്ചു, നൂഹ് നബിയുടെ മക്കളായപ്പോഴേക്കും പതുക്കെ ശിർക്കിലേക്ക് ചാടി വീണു. ഇബ്രാഹിം നബി തൗഹീദിന്റെ പ്രവാചകനാണ്. ബാക്കിയുള്ള പ്രവാചകന്മാർ അങ്ങനെ പറയാൻ പാടില്ല. തൗഹീദ് എന്ന് പറയുന്ന വളരെ ശക്തനായി തൗഹീദിന്റെ സന്ദേശം പ്രചരിപ്പിച്ച പ്രവാചകനാണ് എല്ലാ പ്രവാചകന്മാരും ഇബ്രാഹിം നബി. പക്ഷെ അതേ ഇബ്രാഹിം നബി ജീവിച്ച് മരിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി വലിയ വിഗ്രഹമായി മാറി. പ്രവാചകന്മാരെല്ലാവരും വിഗ്രഹവൽക്കരിക്കപ്പെട്ടു. യേശു ഇന്ന് വിഗ്രഹവൽക്കരിക്കപ്പെട്ടു, മോസസ് വിഗ്രഹവൽക്കരിക്കപ്പെട്ടു, വിഗ്രഹമായി പോയി. അള്ളാഹുവിന്റെ റസൂല് മാത്രം സംരക്ഷിക്കപ്പെട്ടതാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് പോലും പറയുന്നുണ്ട്. ഇപ്പൊ റസൂല് ഞാൻ കഴിഞ്ഞ ഖുതുബയിലൊക്കെ പറഞ്ഞല്ലോ, റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണത്തിന് തൊട്ട് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കുകളൊക്കെ വസിയത്തുകളാണ്. അതെല്ലാവരും പഠിക്കേണ്ട സംഗതിയാണ്. അതാണ് പഠിക്കേണ്ടത്, അതാണ് സമുദായം പഠിക്കേണ്ടത്, അതാണ് വസിയത്താണ് ഏറ്റവും വലുത്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പോലും മരിക്കാൻ നേരത്തെ പോലും എന്താ പറഞ്ഞത്?
ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദികൾക്കും നസാറാക്കൾക്കും അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. ശാപം ഉണ്ടായിട്ടുണ്ട്. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരെ പ്രവാചകന്മാരെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുക. നമ്മുടെയൊക്കെ സമുദായത്തിൽ നടക്കുന്ന ഖബറ് കെട്ടിപ്പൊക്കി ഖബറിനെ കൊണ്ടുപോയി ഖബറ് പൂജ നടത്തി അവിടെ വിളക്ക് കത്തിച്ച് അവിടെ ജാറം മൂടി എന്നിട്ട് അവിടെ ഉറൂസ് നടത്തി നേർച്ച നടത്തി ചന്ദനക്കുടം നടത്തി. ഇതൊക്കെ ഒന്നും ശിർക്കല്ലെങ്കിൽ പിന്നെന്താ? ഇതൊന്നും ശിർക്കല്ലെങ്കിൽ പിന്നേതാ ശിർക്ക്? അങ്ങനെ തന്നെ ഇതൊന്നും ശിർക്കല്ലെങ്കിൽ ശിർക്കുമാണ് കിറുക്കുമാണ്. ഈ ശിർക്കും കിറുക്കും ഇതൊക്കെ തൗഹീദാണോ? ഇസ്ലാമിൽ ആത്മാവിന് ചേർന്നതാണോ? പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ശിർക്കിനോടുള്ള സമീപനം സബ്ഉൽ മുബിഖാത്ത്, ഏറ്റവും വലിയ വൻ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അസ്സബ്ഉ, 7 കാര്യമുണ്ടെന്ന് പറയുന്നത്. നമ്പർ 1 അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ ശിർക്കില്ല. വസ്സിഹർ, 2 സിഹറ, ഈ മാരണം കൂടോത്രമൊക്കെ ചെയ്യുന്നത് അതിന്റെ പിന്നാലെ പോണൊക്കെ വലിയ പാപങ്ങളാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഖത്ലുൻ നഫ്സില്ലത്തി ഹറമല്ലാഹ്, ഒരു മനുഷ്യാത്മാവിനെ കൊല്ലുക, അള്ളാഹു ആദരിച്ച ഒരു ആത്മാവിനെ കൊല്ലുക. അക്കുലു റിബ, പലിശ തിന്നുക. അക്കുലു ബാനിൽ യത്തീമായ കുഞ്ഞുങ്ങളുടെ പൈസ തട്ടിച്ച് വെട്ടിച്ച് അത് തിന്നുക. അതുപോലെ നിരപരാധികളായ സ്ത്രീകൾക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിക്കുക. ഇങ്ങനെ തുടങ്ങുന്ന 7 വൻപാപങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പാപം ശിർക്കാണ്. ഞാൻ പറയുന്നത് ഒരു വിശ്വാസി എന്നർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശിർക്ക് വരരുത്, തൗഹീദിന്മേ ഒരു അണു കിട നമ്മൾ വ്യതിചലിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി നമുക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഞാൻ നിങ്ങൾക്ക് ജീവിക്കുന്ന നമ്മുടെ രാജ്യം ശരിക്കും പറയാം മുസ്ലിം സമുദായത്തെ ശിർക്ക് ഈ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകളുടെ പ്രത്യയശാസ്ത്രം തന്നെ ശിർക്കാണ്. സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രം തന്നെ വിചാരധാരയുടെ മനുസ്മൃതിയും അഥവാ ഇവിടത്തെ ഇന്ത്യയിലെ വേദ ഇതിഹാസങ്ങളെല്ലാം ശിർക്ക് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ബഹുദൈവ ആരാധനകളിൽ ഒരുപാട് ദൈവങ്ങളും ഒരുപാട് ക്ഷേത്രങ്ങളും ഒരുപാട് അമ്പലങ്ങളും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നിലനിൽക്കുന്ന രാജ്യം. ആ രാജ്യത്തിന്റെ പാർലമെന്റ് തന്നെ ക്ഷേത്രമായ അവസ്ഥ. പാർലമെന്റ് ഉദ്ഘാടനം ഒരു ക്ഷേത്രം പോലെയായിരുന്നു. അപ്പൊ ക്ഷേത്രാരാധനകളും വിശ്വാസ വിഗ്രഹാരാധനകളൊക്കെ രാജ്യത്തിന്റെ ഔദ്യോഗിക പാർലമെന്ററി സംവിധാനം മുതൽ നമ്മുടെയൊക്കെ നാട്ടിൽ ജീവിതത്തിന്റെ എല്ലാ പൊതുമണ്ഡലങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ പാലം ഉദ്ഘാടനം ചെയ്തതും അല്ലെങ്കിൽ റോഡ് ഉദ്ഘാടനം ചെയ്തതും സർക്കാർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് അവിടെയൊക്കെ കാണാം. അവിടെ രംഗപൂജ, ആയുധപൂജ, അവിടെ നിന്നങ്ങോട്ട് ഇതുപോലുള്ള വിഗ്രഹങ്ങൾ വെച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള നിലവിളക്ക് ഉൾപ്പെടുന്ന ചെറുതും വലുതുമായ ഹൈന്ദവ വിശ്വാസങ്ങളെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൊതു സ്വഭാവമാക്കി. ഇങ്ങനെയാണ്, ഒരു പൊതുവാണിത്. ഇത് മതമല്ല, ഇതാണ് രാജ്യത്തിന്റെ പൊതു, ഇത് രാജ്യത്തിന്റെ പൊതുവാണ്, രാജ്യത്തിന്റെ ദേശീയമായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്യത്തെ നമ്മളുടെ പൊതു ഇടങ്ങളിൽ വരെ പബ്ലിക് സ്ഫീറുകളിൽ പോലും, ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ പോലും, അല്ലെങ്കിൽ അതുപോലെ റെയിൽവേ സ്റ്റേഷനുകളിൽ, അല്ലെങ്കിൽ പുതിയൊരു പാലോ റോഡോ വികസനം എന്തുണ്ടായാലും നാസയിലേക്ക് എന്താ ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുമ്പോൾ പോലും അവിടെ പോലും പൂജ നടത്തിയിട്ടാണ് അങ്ങനെ ആകാശ ലോകത്തേക്ക് സ്പേസ് വേൾഡിലേക്ക് പോലും നമ്മുടെ ബഹിരാകാശ യാത്രക്കാർ പോലും പോകുന്നത് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതിക മേഖലകൾ വരെയും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ശിർക്കിന്റെ മേമ്പൊടി ചേർത്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ജീവിക്കുന്നത്. അത്തരത്തിലൊരു കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ജാഗ്രത എല്ലാ അർത്ഥത്തിലും നാം പാലിക്കേണ്ടത്. ഇപ്പോ വന്ദേ മാതരം പാടണം എന്ന് നിർബന്ധിക്കാൻ കാരണം മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം പരിക്കേൽക്കണം. അവർ തൗഹീദ് പൊളിയണം. തൗഹീദിൽ നിന്നും ഈ സമുദായത്തെ മാറ്റി ഷിർക്കിന്റെ ഒരു തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വന്ദേ മാതരം പാടണം എന്ന് നിർബന്ധിക്കുന്നത്. അതല്ലാതെ ദേശഭക്തി അങ്ങോട്ട് മൂത്തിട്ട് അതങ്ങോട്ട് വല്ലാതെ ആയിട്ട് രാജ്യത്ത് ദേശസ്നേഹം അങ്ങോട്ട് വിജൃംഭിതമാകട്ടെ എന്ന് കരുതിയിട്ടല്ല ഈ വന്ദേ ഭാരതം പാടണം എന്നത് ഓരോപ്പം കൂടുതൽ കർക്കശമാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്ര സർക്കുലർ പോലും നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റുകൾ വിടുകയുണ്ടായി. ഞാൻ പറയുന്നത് അങ്ങനെ വന്ദേ ഭാരതം പാടണോ എന്നെടുത്ത് നമ്മൾ പോലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെയൊക്കെ സമുദായം ജാഗ്രത പാലിക്കണമെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇപ്പൊ ഇത് ഓണാഘോഷ പശ്ചാത്തല. ശരിക്കും ഈ ഓണാഘോഷം വരുമ്പോൾ വല്ലാതെ സോഷ്യൽ മീഡിയയിലേക്ക് ഭയങ്കര ചർച്ചയാണ്. ആ ചർച്ച അങ്ങോട്ട് വല്ലാത്ത രൂപത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട്. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് അങ്ങനെ വിശദമായി പറയല്ല, ഒരു സൂക്ഷ്മത കാണിക്കേണ്ട ഒരു വശം മാത്രം പറയാം. ഓണാഘോഷം എന്ന് പറയുമ്പോൾ അതെന്ത് എന്ന് ചോദിച്ചാൽ
അതൊന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം അത് കൃത്യമായിട്ട് പറയുന്നത് വേദഗ്രന്ഥത്തിലാണല്ലോ. ഇപ്പൊ നമ്മള് നബിദിനം നടത്തണോ വേണ്ടയോ, അങ്ങനെ ഈദ് മീലാദ് നബി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു അങ്ങനെ ഈദ് മീലാദ് എന്നൊരു ആഘോഷം ഇസ്ലാമിൽ ഇല്ല. എന്തുകൊണ്ടില്ല എന്ന് പറഞ്ഞത്? അങ്ങനെ ഉണ്ട്, അത് ഖുർആനിലോ സുന്നത്തിലോ ഇല്ല. ഇസ്ലാമിലെ ഇബാദത്തുകൾ നിർണ്ണയിക്കേണ്ടത് ഖുർആനിലോ സുന്നത്തിലോ ആണ്. ഖുർആനിലോ സുന്നത്തിലോ അള്ളാഹുവോ അവന്റെ പ്രവാചകനോ പറഞ്ഞതല്ലാതെ ഇസ്ലാമിൽ ഒരു പുതിയ ഇബാദത്ത് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു മീലാദ് എന്നൊരു ഇബാദത്തായിട്ട്, ഒരു ആഘോഷമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. അങ്ങനെ ഇല്ല ഇസ്ലാമില്. കാരണം നമുക്ക് ക്രൈറ്റീരിയ ഉണ്ട്, നമുക്കൊരു മാനദണ്ഡം. ഖുർആനും സുന്നത്തുമാണ് മാനദണ്ഡം. അത് ഉൾക്കൊണ്ട് ജീവിച്ച സലഫുസ് സ്വാലിഹികൾ, അത് ഉൾക്കൊണ്ട് ജീവിച്ച സഹാബിമാര്, താബികൾ, താബികൾ അവരുടെ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു ആഘോഷം എന്നർത്ഥത്തിൽ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ആഘോഷം എന്നർത്ഥത്തിലില്ല. പിന്നെ പിൽക്കാലഘട്ടത്തിൽ നമ്മുടെ സമുദായത്തിൽ വന്നു ചേർന്ന ഒരു കാര്യം, പിന്നെ അതൊരു ബിദഅത്തും ഖുറാഫാത്തൊന്നും ഇല്ലാത്ത രൂപത്തിൽ പ്രവാചകരെ പറയാനും പരിചയപ്പെടുത്താനും പ്രവാചക വ്യക്തിത്വത്തെ അവദാനങ്ങൾ പാടാനൊക്കെ അത് പ്രചരിപ്പിക്കാനൊക്കെ സന്ദർഭം ഒരു ഉപയോഗിക്കാം. അതൊരു ഇബാദത്തോ ഒരു ആരാധനയോ ആക്കേണ്ടതില്ല എന്ന രീതിയിലാണ് പിൽക്കാല പണ്ഡിതന്മാർ പോലും പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇപ്പൊ ഓണം എന്ന് പറയുമ്പോൾ അതെന്തെന്ന് ചോദിച്ചാൽ അത് നിർവചിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് ദൈവം ഏതാന്ന് നിർവചിക്കുക. ഏതാ ദൈവം? യഥാർത്ഥ ദൈവം ഏതാ? കൃഷ്ണനാ, രാമനാ? സൃഷ്ടിച്ച് സംരക്ഷിച്ച് എന്ന് പറയാൻ കൃത്യമായി ദൈവമോ, കൃത്യമായി പ്രവാചകനോ, കൃത്യമായി വേദം ഏതാ പ്രഥമ വേദം ഏതാ? ഇങ്ങനെയൊന്നും കൃത്യമായി നിർവചിക്കാൻ കഴിഞ്ഞൊരു മതമല്ല ഹൈന്ദവ മതം. അതുകൊണ്ട് തന്നെ അവരുടെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ വാമൊഴി വരമൊഴി അവർ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, അങ്ങനെ കീലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉണ്ടാക്കിയ കുറെ കാര്യങ്ങളാണ്. പലതും അവർ വിശ്വാസങ്ങളും ആരാധനകളും ആചാരങ്ങളൊക്കെ. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും ആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. ഇത് വല്ലാത്ത ആയത്താണ്. ഖുർആൻ പഠിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല നമുക്ക്. ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ, നിങ്ങൾ പറയുന്ന പല ദൈവങ്ങളും, നിങ്ങൾ പറയുന്ന പല വേദ പ്രവാചകന്മാരൊക്കെ കുറെ പേരുകൾ മാത്രമാണ്. സമ്മൈത്തുമുഹ, നിങ്ങൾ ചില ആളുകൾ പേര് വിളിച്ചു, സൃഷ്ടാവ്, സംരക്ഷകൻ, ഭഗവാൻ, ഇങ്ങനെ ഇതൊക്കെ നിങ്ങൾ പല ആൾക്കാർ തിരിച്ചും മറിച്ചും വിളിച്ചു എന്നല്ലാതെ മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അതിനൊക്കെ എന്ത് രേഖയുള്ളത്, എന്ത് പ്രമാണമുള്ളത്, എന്തടിസ്ഥാന എന്ന് ചോദിക്കുന്ന വിധി. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പല വിശ്വാസങ്ങളും ആചാരങ്ങൾക്കൊന്നും കൃത്യമായ രേഖകളോ പ്രമാണങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് ആ ആഘോഷം എന്ത് എന്ന് ചോദിച്ചാൽ അതുപോലെ കൃത്യമായി പറയാൻ കഴിയില്ല. അപ്പൊ തന്നെ ആ ഓണം എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്ന രാജാവ് ഉണ്ടായിരുന്നു, മാവേലി എന്ന് വിളിച്ചിരുന്നു. അദ്ദേഹം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന ഒരു ഭൂതകാല റൊമാൻറ്റിക് പാസ്റ്റ്, ഭയങ്കരമായ ഒരു മനോഹരമായ ഭൂതകാലം ഉണ്ടായിരുന്നു കേരളത്തിലൊക്കെ പറയുന്നത്. അത് തന്നെ വലിയ ചരിത്രപരമായ വലിയ അബദ്ധം. കേരളത്തിലൊക്കെ പഴയകാല ചരിത്രം എന്ന് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദ ഭാഷ ബ്രാന്താലിയായിരുന്നു. ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടലും അങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒരു ബ്രാഹ്മണ്യത്തിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് അങ്ങനെ ഈ നാട്ടിലെ ഈ രാജ്യത്ത് പണിയെടുക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ തൊട്ടും തൂടാ ഇങ്ങനെയൊക്കെ കണ്ടൊരു കേരളത്തെ കുറിച്ചാണ് പറഞ്ഞത്. മഹാബലി ഭരിച്ചിരുന്ന ഒരു അങ്ങനെയൊന്നും ഇല്ല, അതൊരു സ്വപ്നമാണ്, ഒരു കവിതയാണ്. എങ്കിൽ അതൊരു ഐതിഹ്യം, അത് അവര് തന്നെ ഐതിഹ്യം എന്ന് പറയുന്ന അർത്ഥം ഐതിഹ്യം, ഇതൊരു ഇതിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ ഉദ്ദേശിക്കുന്നത് അതൊരു മിത്ത് എന്ന് പറയുന്നതും ഹക്കെന്ന് രണ്ടാം. മിത്തോളജി, മിത്ത് എന്ന് പറയും. പലതും മിത്ത്, ഹൈന്ദവ മിത്തുകൾ എന്നാ പറയുന്നത്. ഇസ്ലാം മിത്തുകൾ എന്ന് പറയാൻ പാടില്ല. ഇസ്ലാമിന് മിത്തുകളല്ല. ഇസ്ലാമിന്റെ ഏത് വിശ്വാസങ്ങളും ഏത് ആചാരങ്ങളും ഏത് അനുഷ്ഠാനങ്ങളും ഏത് ഖുർആന്റെയോ സുന്നത്തിനോ പിൻബലമുണ്ടെങ്കിൽ അത് മിത്തല്ല. അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ഹൈന്ദവ സമൂഹത്തെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ തന്നെ വ്യത്യസ്ത അവതാരങ്ങൾ, എന്താ പറയാ, വിരാഹം, എന്താ പറയാ, പിന്നെ അങ്ങനെ പല ജാതി കൂർമ്മം, നരസിംഹം, അല്ലെങ്കിൽ പരശുരാമൻ, പിന്നെ വാമനൻ, പിന്നെ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, കൽക്കി, ഇങ്ങനെ വ്യത്യസ്തമായ അവതാരങ്ങളായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് തമാശകളുണ്ട്. കേരളം ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമോ? കേരളം ഉണ്ടായത് പരശുരാമൻ ആസേതുരാമനിൽ നിന്നും മഴുവെറിഞ്ഞ് ഇവിടുത്തെ ബ്രാഹ്മണർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ഉണ്ടാക്കിയതാണ് ഈ കേരളം എന്നാണ്. ഈ പരശുരാമൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അഞ്ചാമത്തെ അവതാരം. ആറാമത്തെ അവതാരമാണ്
അല്ല, പരശുരാമന് മുമ്പുള്ള അവതാരമാണ് ഇവരെ വാമനൻ. നമ്മുടെ വാമനൻ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ആ വാമനം വന്നപ്പോൾ കേരളം ഭരിക്കുക. അപ്പൊ കേരളം ഉണ്ടായത് ആറാമത്തെ അവതാരമായ പരശുരാമൻ മഴുവെറിഞ്ഞിട്ടുണ്ടായത് കേരളം ഉണ്ടായത്. പക്ഷെ കേരളം ഈ പരശുരാമൻ എറിഞ്ഞതിന് മുമ്പ് തന്നെ മാവേലി ഭരിച്ചിരുന്നു, വാമനൻ എന്നിട്ട് വന്നു എന്ന് പറയുന്ന കഥ മറന്നു. ആകെ കൂടി അവിടെ തന്നെ വൈരുദ്ധ്യം. ദൈവത്തിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ വന്നിട്ട് കേരളം മഴുവെറിഞ്ഞുണ്ടാക്കിയത്. പക്ഷെ ദൈവത്തിന്റെ അഞ്ചാമത്തെ അവതാരം വാമനം വന്നപ്പോൾ ഈ നാട് നല്ലൊരു രാജാവ് ഭരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ അവതാരങ്ങൾ വന്നപ്പോൾ നാട് നന്നായി ഭരിക്കണുണ്ടപ്പോൾ സഹിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. അസുരന്മാരാണ്, അതുകൊണ്ട് അവരെ ഭരണം നന്നായി ജനങ്ങളെ ഒന്നുപോലെ ഭരിച്ചത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആ വാമനം വന്നിട്ട് മാവേലിയെ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ഒരു കഥ, ഇതാണ് ഒരു വിശ്വാസം. അതിന്റെ ആഘോഷിക്കുന്നത് എവിടെ നമുക്കറിയില്ല. ആ മാവേലി ചവിട്ടി താഴ്ത്തി പാതാളത്തിൽ കിടക്കുന്ന മാവേലി ഇടയ്ക്ക് എല്ലാ കൊല്ലവും നാട്ടിലേക്ക് കടന്നു വരും. അതിനെയാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. ഇതാണ് ഒരു ആഘോഷം, ആഘോഷത്തിന്റെ മിത്ത് അല്ലെ, ആഘോഷത്തിന് പിന്നിലുള്ള വിശ്വാസം. നേരെ തിരിച്ചും വാമനൻ ആണ് തിരിച്ചു വരുന്നത്, മാവേലി അല്ല, വാമനനാണ്. അങ്ങനെ വാമന സ്നേഹമാണ് ഈ സന്ദർഭത്തിൽ എന്നും പറയുന്ന ഒരു സവർണ വായനയും അങ്ങനെയുമുണ്ട്. അപ്പൊ ഇതാണ് ഈ ഓണം എന്നൊരു മിത്ത്. അതല്ലെങ്കിൽ ആ വാമനന് വേണ്ടി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രമാണ് നമ്മുടെ തൃക്കാക്കരയിലുള്ള ആ ക്ഷേത്രം. അവിടെ തൃക്കാക്കര അപ്പൻ എന്ന് പറയുന്ന ഒരു അപ്പനുണ്ട്. ആ തൃക്കാക്കര അപ്പൻ എന്ന് പറയുന്നത് അതിനെ കാണാൻ എല്ലാവർക്കും കഴിഞ്ഞില്ലെങ്കിൽ അപ്പൻ എല്ലാവരും വീട്ടിലേക്ക് വരും. അതുകൊണ്ട് അത്തം പൂക്കളൊക്കെ വിരിച്ച് നിങ്ങൾ പൂക്കളം ഉണ്ടാക്കി അതിൽ സേവിച്ചാൽ ഒരു പക്ഷെ ആ തൃക്കാക്കര അപ്പൻ എന്ന് പറയുന്ന ആ വാമനൻ അദ്ദേഹം നിങ്ങളുടെയൊക്കെ ആ വീട്ടിലേക്കൊക്കെ വരും എന്നൊക്കെ പറഞ്ഞൊരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ വിശ്വാസവും ചരിത്രവും അതിന് പിന്നിലുണ്ട്. അത്തരം വിശ്വാസങ്ങൾ, വിശ്വാസ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒരു വിശ്വാസിക്ക് പാടില്ല എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും പാടില്ല. അതുകൊണ്ട് പലപ്പോഴും ഓണത്തിന്റെ പലപ്പോഴും ഇന്നിപ്പോ യഥാർത്ഥത്തില് മാവേലിയെ പൂണൂലിടിച്ച്, ശരിക്കും പൂണൂൽ എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ സവർണ ചിഹ്നമാണ്, ബ്രാഹ്മണിക്കൽ ചിഹ്നമാണ്. എന്നിട്ട് ആ വലിയ കുടവയറൊക്കെ ഉള്ള ഒരു വലിയ ശരീരമൊക്കെയുള്ള ഒരു മൃഷ്ടാന്ന ഭോജിയായ ഒരു ഊണുമൂപ്പനായ ഒരു മാവേലിയെ വലിയ പൂണൂലൊക്കെ ധരിപ്പിച്ച് സവർണ ബിംബമാക്കി ചിത്രീകരിച്ച് എല്ലാം സവർണവൽക്കരിക്കുന്ന വളരെ തന്ത്രപരമായ രീതിയിലുള്ള ഒരു ആവിഷ്കാരം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഓണത്തെക്കുറിച്ച് നമ്മുടെ വിശ്വാസവും സങ്കല്പവും, ഇത്തരം വിശ്വാസവും സങ്കല്പവും ഒരു മുസ്ലിമിന് ഇസ്ലാമിന് ഇല്ല എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. അതേസമയം അതിന് വേറൊരു വായന കൂടി, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ തീവ്രതയിലേക്ക് പോകാൻ പാടില്ല, നമ്മുടെ സമുദായം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു കാർഷികോത്സവമാണ്. ഞാൻ ഇതുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഈ നമ്മുടെയൊക്കെ നാട്ടിലുള്ള മുഴുവൻ കാര്യങ്ങൾക്കും ഹിന്ദുത്വവാദി ഹൈന്ദവരാന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും അവരുടേതായ ഒരു മതവ്യാഖ്യാനങ്ങളിലേക്ക് എല്ലാത്തിനും കൊണ്ടുപോകും. ഏത് കാര്യങ്ങളിലും ഇപ്പൊ മഴ പെയ്താൽ പറയും അത് ഞാറ്റുവേലയാണ്, ഞാറ്റുവേലയുടെ ഭാഗമായി മഴ പെയ്തു. അങ്ങനെ പറഞ്ഞാൽ തന്നെ ശിർക്കാം. മഴ പെയ്തത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്, പടച്ചറബിന്റെ കരുണ കൊണ്ടാണ് മഴ പെയ്തത് എന്ന് പറയുന്ന തൗഹീദാ. നമുക്ക് മഴ പെയ്തത് ഈ ഞാറ്റുവേല കൊണ്ടാന്ന് പറഞ്ഞ ശിർക്കാം. അപ്പൊ മഴ പെയ്യുന്നത് നോക്കി ഹൈന്ദവ വിശ്വാസികൾ പറയുന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലൂടെ മഴയെ കണ്ടാൽ അത് ശിർക്കാം. അതിശയം അള്ളാഹിന്റെ അനുഗ്രഹമാണ് മഴ വിശ്വസിച്ചാൽ അത് തൗഹീദാ. ഞാൻ പറയും, ഹൈന്ദവ സമൂഹത്തിന് എന്തിനും ഏതിനും മുള്ളു മുരുട് മൂർക്കമ്പാമ്പ് പോലെ കല്ല് കരട് കാഞ്ഞിൽ എല്ലാം ദൈവമാണ്, ദൈവാവതാരങ്ങളാണ്. പാമ്പ് ഒരു ദൈവമാണ്. ഇപ്പൊ ഇവര് പശുവിനെ അറക്കരുത്, തിന്നരുത് എന്നൊക്കെ പറയുന്ന മാതിരി ഇവര് ഇനി അങ്ങോട്ട് പറയപ്പോ ദൈവത്തിന്റെ അവതാരങ്ങൾ ഒന്നാണ് മത്സ്യം. മത്സ്യം തിന്നാൻ പറ്റില്ല എന്ന് പറയുന്നത് കാരണം ദൈവത്തിന്റെ അവതാരം മത്സ്യം, ദൈവത്തിന്റെ അവതാരം പന്നി ഇറച്ചി തിന്നാൻ വളരെ വേറെ പറയേണ്ടി വരും. ആമ ദൈവത്തിന്റെ വേറൊരു അവതാരം. ഇങ്ങനെ ഒരു ദൈവത്തിന്റെ വാഹനം ഒരു ദൈവത്തിന് സുബ്രഹ്മണ്യ ദൈവത്തിന്റെ വാഹനം എലി, അതുകൊണ്ട് ഞങ്ങളുടെ ദൈവത്തിന്റെ വാഹനമാണ് എലി, അത് എലിയെ കൊല്ലാൻ പാടില്ല. നാഗൻ പാമ്പ് ഞങ്ങളുടെ ദേവതയാണ്, അത് പാമ്പിനെ കൊല്ലാൻ പാടില്ല, എന്തൊക്കെ പറയേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള വാക്കുകൾക്ക് വിശ്വാസങ്ങൾ ഞാൻ പറയുന്നത്. അതേസമയത്ത് കേരളത്തിന്റെ ഒരു കാർഷിക പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട ഒരു ഉത്സവമാണ് കൃഷി, വിളവ്, അതിന്റെ കൊയ്ത്ത്, അതിന്റെ നെയ്ത്ത്, അത് മെതിഞ്ഞ് അതുണ്ടാക്കുന്ന സമൃദ്ധി, അപ്പോഴുള്ള ഭക്ഷണം, അതുപോലെ കേരളത്തിന്റെ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന പൂക്കള് അങ്ങനെ തുടങ്ങുന്ന വ്യത്യസ്തമായ എന്താ പറയാ വ്യത്യസ്ത ചെമ്പപ്പൂവ്, തുമ്പപ്പൂവ്, അല്ലെങ്കിൽ മയില, അങ്ങനെ തുടങ്ങുന്ന ചെമ്പരുത്തി, ഇങ്ങനെയൊക്കെ പൂക്കളും നിറഞ്ഞ ഒരു നാട്. ആ പൂക്കളും ആ കൃഷിയും അതിന്റെ സമൃദ്ധിയും അതെല്ലാം ഒരു സന്തോഷമായി ആഘോഷമാക്കി എന്ന് പറയുന്നൊരു വ്യാഖ്യാനം ഉണ്ട്.
ഇത് ഏത് വ്യാഖ്യാനമാണ് ശരി തെറ്റെന്നൊക്കെ പറയാൻ ആദ്യത്തെ വ്യാഖ്യാനത്തിന് പ്രമാണമൊന്നുമില്ല. രണ്ടാമത്തെ വ്യാഖ്യാനം നമ്മുടെ ഭരണകൂടങ്ങൾ, അധികാര സംവിധാനങ്ങൾ സമൂഹത്തിൽ പറഞ്ഞ് അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു ദേശീയ ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത് ഇത്തരം ഒരു സന്ദർഭത്തിൽ നമ്മളൊക്കെ നേരെ ഓണം എന്ന് കേൾക്കുമ്പോൾ ഷിർക്ക് ഷിർക്ക്, അതും തീവ്രതയാണ്. ഒരു ഓണസദ്യ ഉണ്ട്, ഷിർക്ക് ഷിർക്ക്. ഒരു ഓണപ്പായസം കുടിച്ചോ ഷിർക്ക് ഷിർക്ക്. ഇങ്ങനെ ഷിർക്ക് ഷിർക്ക് പറഞ്ഞ് തൗഹീദിന്റെ ഷിർക്കിന്റെ വില കളയരുത്. നമ്മൾ അങ്ങനെ പോകരുത്. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് എല്ലായിടത്തും ഷിർക്ക് പറയേണ്ടി വരും. ഇവിടെ ഈ വെജിറ്റബിൾ ഹോട്ടലുകളൊക്കെ ഉണ്ടല്ലോ, ഉടുപ്പി അല്ലെങ്കിൽ അപ്പുറത്ത് അരിയാസ്, അല്ലെങ്കിൽ അപ്പുറം അങ്ങനെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ശരവണ ഭവൻ, അതൊക്കെ ചെന്ന് വലിയ വിഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ഹോട്ടൽ. അവിടെ പോയി ചോറിനാൻ പറ്റുമോ? കാരണം പേര് തന്നെ ശരവണ ഭവൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഉടുപ്പി ഹോട്ടൽ, ഇല്ലെങ്കിൽ ബ്രാഹ്മണാസ്, അങ്ങനെയൊക്കെ ബ്രാഹ്മൺസ് ഇതൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അവിടെ വലിയ വിഗ്രഹങ്ങളൊക്കെ വെച്ച് അതുകൊണ്ട് ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു. ഗംഗ യമുന കുളിക്കാൻ പറ്റും. ഗംഗ, വിശുദ്ധ യമുന എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പുഴകൾ ഒക്കെ ഞങ്ങളുടെ മതമാണ്. അതുകൊണ്ട് ആ ഗംഗയിലെ യമുനയിൽ കുളിക്കാൻ പാടില്ല. അതേ ഭാരതപ്പുഴ ചെന്ന് നോക്കി, കുറ്റിപ്പുറ സൈഡിൽ അവിടെ ക്ഷേത്രമൊക്കെ ഉണ്ടാക്കി വെച്ചു. അതുകൊണ്ട് ഭാരതപ്പുഴ അങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങിയാൽ നമുക്കൊന്നും ചെയ്യാം. നമ്മുടെ മലയാള ഭാഷ അതിലടക്കം ഈ ഹൈന്ദവ വ്യാഖ്യാനങ്ങൾ സരസ്വതി ദേവിയെ പൂജിക്കുന്നതിന്റെ ഭാഗമാണ് ഹരിശ്രീ ഗണപതി. അപ്പൊ എല്ലാത്തിലും എന്തിനും ഏതിലും പാമ്പിനെ കണ്ടാലും പറവേനെ കണ്ടാലും അക്ഷരത്തെ കണ്ടാലും പാട്ടിനെ കണ്ടാലും ആയുർവേദത്തിൽ എല്ലാത്തിലും ഈ ഹൈന്ദവ വിശ്വാസ ആചാര അനുഷ്ഠാന, മഴയാണെങ്കിലും കാറ്റാണെങ്കിലും കടലമ്മ, ഇങ്ങനെ എന്തിനും ഏതിനും ഷിർക്കിൻ്റെതായ വ്യാഖ്യാനങ്ങളിലൂടെ കാണുന്ന ഒരു സമൂഹമാണ് ഹൈന്ദവ സമൂഹം. അതുകൊണ്ട് അവർ എന്തിനും അങ്ങനെ ഒരു ആൽമരം കണ്ടാൽ നമ്മൾ ആൽമരത്തിന് താഴെ പോയി കാറ്റുകൊണ്ടാൽ ആൽമരം ദൈവികമാണ്. അവർക്ക് ആൽമരം ദൈവികമാണ് എന്ന് വെച്ചാൽ നമുക്ക് ആൽമരത്തിൽ പോയി പക്ഷെ അവിടെ പോയി കാറ്റ് കൊള്ളുന്നതിനോ ഒരു ആൽമര തറയുണ്ടാക്കി അവിടെ ഇരിക്കുന്നതിനോ നമുക്ക് ഷിർക്ക് കുഫ്റൊന്നും പറയേണ്ടതില്ല. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മൾ പലതും അങ്ങനെ ചില ആളുകൾ അമിതമായി പറയുന്നുണ്ട്. അതും അപകടം. ഷിർക്ക് 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓണം, ഞാൻ പറയുന്നത് ഓണം ഒരു സമൃദ്ധിയുടെ ആഘോഷമാണ്, ഒരു കൃഷിയുടെ ആഘോഷമാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ആ കാലയളവുകളിൽ നമ്മുടെ ഒരു ഏതർത്ഥത്തിൽ കൃഷിയുടെയും സമൃദ്ധിയുടെ ഭാഗമായി നടത്തുന്ന ഒരു സംവിധാനം എന്നർത്ഥത്തിൽ അതുമായി വിശ്വാസപരമോ ആരാധനപരമോ ആയ വിഷയങ്ങൾ പാടില്ല. നമ്മളൊരിക്കലും വീട്ടിനകത്ത് സ്വന്തം പൂക്കളം ഇട്ട് അങ്ങനെ ഒരു ഇടുക എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗം, അത് പാടില്ല. നമ്മൾ ഓണം ആഘോഷിപ്പോ ചില ആൾ ഫേസ്ബുക്ക് എല്ലാവരും ഓണാശംസകളൊക്കെ പറഞ്ഞ് ഓണത്തിന്റെ കസവൊക്കെ മുണ്ട്, കസവ് മുണ്ട്. നമ്മളെ ശരിക്കും ഈ കസവും മുണ്ടും ഈ സെറ്റ് സാരികൾ, സവർണ ചിഹ്നങ്ങൾ, സവർണ ബിംബങ്ങൾ നാട്ടിന്റെ പൊതു സ്വത്താക്കുന്നതിന്റെ ഭാഗമായി നമ്മളൊക്കെ അങ്ങനെ അഭിരമിക്കുന്നത് ശരിയല്ല. ഞാൻ ഫത്വ പറയില്ല, തെക്കുവ ഫത്വ രണ്ടുണ്ട്. ഞാൻ പറയുന്നത് പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ തലമുറയെ മുഴുവൻ, നമ്മുടെ പുതിയ തലമുറ ക്യാമ്പസിലൊക്കെ നമ്മുടെ കുട്ടികൾ, ഉമ്മച്ചിക്കുട്ടികൾ, മുസ്ലിം താത്തക്കുട്ടികൾ അവരുടെ ഭയങ്കര ഓണാഘോഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡാൻസും. ഞാൻ പറയുന്ന പുതിയ തലമുറയുടെ ഇവർക്ക് ഈ ഹറാം ഫത്വകൾ ഹോൾസെയിലായിട്ട് അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് സാധ്യമാകാത്ത വിധത്തിലേക്കല്ല നമ്മുടെ കാര്യങ്ങൾ പറയേണ്ടത്. അങ്ങനെ പറയാൻ തീരുമാനിച്ചാൽ നമ്മൾ എല്ലായിടത്തും പറയേണ്ടി വരും. പായസം മാത്രമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ നാട്ടിൽ പൊതു ഉത്സവം എന്നർത്ഥത്തിൽ, ഒരു പൊതു സ്വഭാവത്തിൽ പറയുന്ന എന്നർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ വിശ്വാസപരമോ ആരാധനമോ അല്ലാത്ത വശങ്ങളിൽ ഏതർത്ഥത്തിൽ നമ്മൾ സഹകരിച്ച് ആ രീതിയിൽ പോയാൽ അതിനെയൊന്നും നമ്മൾ വല്ലാതെ കുഫ്ർ ശിർക്ക് ഫത്വകൾ കൊണ്ട് അഡപടലം പറയാൻ നിൽക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങനെ ആ രീതിയിലേക്ക് ഓണഫത്വകളുമായിട്ട് വരേണ്ടതില്ല. അതേസമയം ഷിർക്ക് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ കൃത്യവും വ്യക്തമായ നിലപാടെടുക്കുകയും, അങ്ങനെ നിലപാടെടുക്കണമെങ്കിൽ ആവശ്യമുള്ളിടത്ത് തീവ്രത കാണിക്കുക, ആവശ്യമില്ലാത്തടത്ത് തീവ്രത കാണിക്കാതിരിക്കുക, രണ്ടും വേണം. നമ്മൾ വെറുതെ ഇത് പറയുക, നമ്മളൊരു സ്കൂള് കോളേജ് പഠിക്കുന്ന കുട്ടികൾ, ക്യാമ്പസ് ടീച്ചർമാർ അവർക്കൊക്കെ ഇപ്പോൾ സർക്കാർ ഓഫീസുകളിലൊക്കെ ഓണാഘോഷിക്കുമ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മാറി നിൽക്കൽ, ഒരു ഓണസദ്യ അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും പോകാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്നല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പ്രശ്നമാണ്. ഒരു ഹോട്ടലിലേക്ക് ഒരു വെജിറ്റബിൾ ഹോട്ടലിലേക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരും അമൃത ട്രെയിൻ അല്ലോ, അത് ശിർക്കാണല്ലോ, അതൊരു ട്രെയിനിൽ കയറേണ്ടതില്ല എന്ന് പറയേണ്ടി വരും. അമൃത ട്രെയിൻ, അമൃത അനന്ത മൈ ദേവി, അപ്പൊ അതുകൊണ്ട് ആ ട്രെയിനിന്റെ അതുകൊണ്ട് ഞാൻ അതില്ല. അങ്ങനെ അങ്ങോട്ട് ക്രൈസ്റ്റ് ബസ് അത് യേശു ക്രിസ്തു, അതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറില്ല. ഗുരുവായൂരപ്പൻ എന്ന ബസ്സിന്റെ അവിടെ ഈ കൊടുങ്ങല്ലൂർ ഗുരുവായൂരപ്പൻ എന്നൊക്കെ പേരുള്ള ഒരുപാട് ട്രെയിനും ഒരുപാട് ഗുരുവായൂരപ്പൻ കോളേജ് ഉണ്ട്. ഗുരുവായൂരപ്പൻ കോളേജ്, ക്രൈസ്റ്റ് കോളേജ്, അങ്ങനെയൊക്കെ സെന്റ് തോമസ് കോളേജ് എന്ന് ഞാൻ പറയുന്നത് വിശ്വാസപരമായി നമ്മൾക്ക് ആ വിശ്വാസ ആചാരത്തിന്റെ ഭാഗമാകാത്ത കാലഘട്ടത്തോളം ഷിർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാൻ നിൽക്കേണ്ടതില്ല. അതേസമയം നമ്മുടെ ഹിന്ദുത്വവാദികൾ നമ്മുടെ നാടിന്റെ പൊതു ഇടങ്ങളിലെല്ലാം
അവരുടെ നേരത്തെ വന്ദേ ഭാരത് അടിച്ചേൽപ്പിക്കുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞ മാതിരി രംഗപൂജയും ആയുധ പൂജയും ക്ഷേത്രോത്സവങ്ങളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം പൊതു ഇടങ്ങളിലേക്ക് എഴുത്തിരുത്ത്. നമ്മളെ ഇവിടെ മുഖ്യമന്ത്രി എഴുത്തിരുത്തുന്നു, അങ്ങനെ എല്ലാവരും എഴുത്തിരുത്തു. അങ്ങനെ നമ്മുടെ ആൾക്കാരെ പോയിട്ട് എഴുത്തിരുത്തി അതിനെ ആക്കിയിട്ട് ഇങ്ങനെ ശിർക്കിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ഒരു സന്തുലിതവും സമീപനവും എന്ന തൗഹീദ് ശിർക്ക് എന്ന് പറഞ്ഞ വിഷയത്തിൽ കൃത്യമായ നിലപാട്. അപ്പൊ നമ്മുടെ സമുദായം ഇപ്പൊ ഈ ഓണത്തിൽ ഈ കാണിക്കുന്ന ഒരു കൃഷ്ണ ജയന്തി ഒരു ആരും അങ്ങനെ നമ്മുടെ സമുദായം പോകാറില്ല. ഹോളി അങ്ങനെ നമ്മുടെ ആളുകൾ അങ്ങനെ ആഘോഷിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരം കാര്യങ്ങൾ കൃത്യമായി പറയാം. ഈ ഓണത്തിനൊക്കെ സ്വാഭാവികമായും അതിന്റെ ഒരു കേരളത്തിന്റെ സമൂഹം ഗവൺമെന്റ് ഒക്കെ നൽകിയിട്ടുള്ള ഇത്തരം പൊതു സ്വഭാവത്തിലുള്ള ഒരു ഭാഗത്തെ നമ്മൾ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മിനിമം മാന്യമായി അത് സഹകരിക്കുകയോ ചെയ്യാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകേണ്ടത്. അവിടെയൊക്കെ പോയിട്ട് അമിതമായ ഫത്തുകൾ പറഞ്ഞ് ഷിർക്ക് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പുതിയ തലമുറ അടക്കമുള്ള ആളുകൾ എല്ലാ ഷിർക്കിലെയും പരസ്യമായി പോകാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോവുക. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാര്യങ്ങൾ തൗഹീദ് എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിൽ നിന്നും തൗഹീദിന്റെ ആ ജൗഹറത്ത് ഒരുപക്ഷെ സൂക്ഷ്മതയ്ക്കൊക്കെ വേണ്ടി ഇത്തരം കാര്യങ്ങൾക്ക് മാറിയിരിക്കണം. അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് തഖ്വ, ഫത്വയ്ക്ക് തഖ്വ എന്ന് പറഞ്ഞാൽ ഷിർക്കുമായി ബന്ധപ്പെട്ട് ഞാനത് എനിക്ക് വേണ്ടതില്ല എന്ന് പറയാം. അത് ആർക്കും പറയാം. പക്ഷെ അതൊരു സമൂഹത്തിൽ പൊതുവായി ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓണസദ്യ നോക്കി ഷിർക്കാണ് അല്ലെങ്കിൽ ഒരു ഓണപ്പായസം ഷിർക്കാണ് എന്ന രീതിയിലേക്ക് തീവ്രമായി പറഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടം വേറെ. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ എല്ലാം എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും കാര്യങ്ങൾ തൗഹീദ് എന്ന് പറയുന്ന ആ സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് വളരെ ശക്തമായിരിക്കണം. അത് എല്ലാ അർത്ഥത്തിലും സമുദായത്തിൽ ഖുറാഫാത്തോ ബിദ്അത്തോ അനാചാരങ്ങളോ അത് വന്നു കയറാതെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ ആരാധനകളിലും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക്